പല വമ്പൻ പട്ടണങ്ങളെയും ഇളക്കിമറിച്ച വസ്ത്രമഹാത്ഭുതം ഇപ്പോൾ വേങ്ങരയിലും. ഈ വിറ്റഴിക്കൽ മഹാമഹം സ്റ്റോക്ക് തീരുന്നതുവരെ മാത്രം. ആദ്യമെത്തി വസ്ത്രങ്ങൾ കരസ്ഥമാക്കുവാൻ ഏവരെയും ക്ഷണിക്കുന്നു. വസ്ത്രമഹാത്ഭുതം, വളപ്പിൽ ടവർ, താഴെയങ്ങാടി, വേങ്ങര. അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കുഞ്ഞിനെയാണ്. എന്തുമാത്രം പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. അവർ വളർന്നു വലുതായി പഠിച്ചു മിടുക്കരായി വലിയ സ്ഥാനങ്ങളിൽ എത്തുന്നത് സ്വപ്നം കണ്ടാണ് മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. നൽകുന്ന UDF-ന്റെ നേതാക്കന്മാർ നയിക്കുന്ന കേരളത്തിന്റെ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് അടിയുറച്ച നിലപാടുകളും അചഞ്ചലമായ മനസ്സുമായി പിണറായിയുടെ ഈ വാഹനത്തിനെട്ട് പിന്നാലെ മനപ്പുത്രന്റെ ജീവൻ ബലി കൊടുത്ത KSEB ഉദ്യോഗസ്ഥർക്കെതിരെ, കേരള സർക്കാരിനെതിരെ, അതേ വൈദ്യുതി വകുപ്പിനെതിരെ പ്രതിഷേധത്തിന്റെ അലമാലകൾ തീർത്തുകൊണ്ട് ഐക്യജനാധിപത്യ മുന്നണി സംഘടിപ്പിച്ചിട്ടുള്ള ഉജ്ജ്വലമായ പ്രതിഷേധ മാർച്ചിത KSEB ഓഫീസിന് മുന്നിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അനന്തുവിന്റെ മരണത്തിന്റെ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനാണെന്ന് ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് UDF. വൈക്കടവ് KSEB ഓഫീസിലേക്ക് UDF മാർച്ച് നടത്തി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിന് യാതൊരു അധികാരമില്ലെന്നും KSEBയെ അറിയിക്കുവാൻ മാത്രമേ കഴിയുകയുള്ളെന്നും VD സതീശൻ പറഞ്ഞു. നിരവധി തവണ KSEBക്ക് പരാതി നൽകിയെന്ന് കുട്ടിയുടെ അമ്മ തന്നെ പറഞ്ഞെന്നും പോലീസിനും വൈദ്യുതി വകുപ്പിനും സംഭവത്തിൽ ഉത്തരവാദിത്തമുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. അതിൽ നിന്ന് പന്നിയെ പിടിക്കാൻ വെച്ചിരിക്കുന്ന കെണിയാണ്, നിയമവിരുദ്ധമായി വെച്ചിരിക്കുന്ന കെണി. അതിൽ നിന്നുള്ള ഷോക്കേറ്റാണ് മീൻ പിടിക്കാൻ ഇറങ്ങിയ ഒരു വിദ്യാർത്ഥി മരണപ്പെട്ടു. ഇവിടെ ആ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ രണ്ടുപേര് ഗുരുതരമായി പരിക്കേറ്റ ആശുപത്രിയിലാണ് ഒരു വിദ്യാർത്ഥി അടക്കം. സ്വാഭാവികമായും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ജനങ്ങൾ അതിശക്തിയായി പ്രതിഷേധിക്കും. അത് വഴിക്കടവിലല്ല, കേരളത്തിൽ എവിടെയാണെങ്കിലും അതിശക്തമായി പ്രതിഷേധിക്കും. വന്യജീവി ആക്രമണത്തിൽ ആളുകൾ കൊല്ലപ്പെടുമ്പോൾ അതിശക്തമായ പ്രതിഷേധം കേരളത്തിൽ എല്ലായിടത്തും ഉണ്ടാകാറുണ്ട്. ഇതൊരു കുഞ്ഞ് മരിക്കുമ്പോൾ തീർച്ചയായും ഇപ്പൊ ഞാൻ അവിടെ ഉണ്ടെങ്കിൽ ഞാനും ആ കൂട്ടത്തിൽ ഇറങ്ങും പ്രതിഷേധിക്കാൻ. എല്ലാ മനുഷ്യരും, മനുഷ്യത്വമുള്ള അവരെല്ലാവരും ഇറങ്ങി അതിശക്തിയായി പ്രതിഷേധിക്കും. നമ്മുടെ സങ്കടവും നിരാശയും നമ്മുടെ ദുഃഖവും നമ്മുടെ വിഷമവും എല്ലാം നമ്മുടെ ആ പ്രതിഷേധത്തിൽ പ്രതിഫലിക്കും. അത് നമ്മൾ അധികാരത്തോടും ഭരണകൂടത്തോടും അല്ലേ നമ്മൾ പ്രതിഷേധിക്കുന്നത്, നമ്മുടെ ദേഷ്യം പ്രകടിപ്പിക്കുന്നത്? അങ്ങനെയല്ല, ഭരണകൂടത്തോടല്ലേ. അതിനെയാണ് ഒരു രാഷ്ട്രീയ വിഷയമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത് ഈ വനംവകുപ്പ് മന്ത്രി. ഞാൻ അദ്ദേഹത്തെ കുറിച്ച് ഒന്നും പറയുന്നില്ല. മുതിർന്ന ആളാണ്, പ്രായമുള്ള ആളാണ്. അറിയാതെ വല്ലതും പറഞ്ഞു പോയാൽ പിന്നെ അത് മാത്രം ബാക്കിയുണ്ടാവും. ഞാൻ ഒന്നും പറയുന്നില്ല, ഞാൻ എന്നെ സ്വയം നിയന്ത്രിക്കുകയാണ്, ഒന്നും പറയുന്നില്ല ഞാൻ. പക്ഷെ ഇങ്ങനെ ഒരു മന്ത്രി കേരളത്തിനുള്ളത് ഈ സംസ്ഥാനത്തിന് മുഴുവൻ അപമാനകരമാണ് എന്നെനിക്ക് പറയാതിരിക്കാൻ പറ്റും. ഇത് തുടരെ പറയാണ്, ഇത് രാഷ്ട്രീയ ഗൂഢാലോചനയാണ്. രാവിലെ ഫെൻസിങ് ഉണ്ടായില്ല, വൈകുന്നേരം ഫെൻസിങ് വന്നു. അപ്പൊ ഇതിന്റെ പുറകിൽ ഒരു രാഷ്ട്രീയ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ വേണ്ടി UDF ശ്രമിച്ചാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പന്നിക്കണി ഉണ്ടാക്കി ഒരു കുഞ്ഞിനെ കൊന്ന് ആര്യാടെ ഷൗക്കത്തിനെ ജയിപ്പിക്കാൻ നോക്കിയെന്നാണ് ഇയാൾ ഉദ്ദേശിച്ചത്. ഇന്ന് മാറ്റി പറഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇന്നലെ പറഞ്ഞതുപോലെ അല്ല ഇപ്പൊ ഈ ഇവരെ വിഷ്വൽ മീഡിയ ഒക്കെ ഉള്ളത് കൊണ്ട് ഇന്നലെ പറഞ്ഞത് ഒരു ഭാഗത്തും ഇന്നലെ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് ഇന്ന് പറയുന്നത് മറ്റൊരു ഭാഗത്തോട്ട് ഇവർക്ക് കാണിക്കാൻ പറ്റും. ഇന്നലെ ഇത് പറഞ്ഞതാണ്. വേറൊരു കൂട്ടർ ഇവിടെ പറയുന്നത് പഞ്ചായത്താണ്. കാരണം UDF ആണ് പഞ്ചായത്ത് ഭരിക്കുന്നത്. ഒരു ഇലക്ട്രിസിറ്റി കണക്ഷൻ നിയമവിരുദ്ധമായി എടുത്ത് പന്നിക്കണി ഉണ്ടാക്കിയാൽ പിടിക്കേണ്ടത് ആരാണ്? പഞ്ചായത്താണ്. പഞ്ചായത്തിന് എന്താ അധികാരമുള്ളത്? പഞ്ചായത്തിന് പിടിക്കാൻ പഞ്ചായത്തിലേക്ക് പ്രകടനം നടത്തിയത് അല്ലേ? ഞാൻ ചോദിക്കുകയാണ്, പഞ്ചായത്തിന് എന്താ അധികാരമുള്ളത്? നീ കണ്ടോ തീയരിക്കട്ടെ പഞ്ചായത്ത് മെമ്പറോ ആരെങ്കിലും പഞ്ചായത്ത് അധികാരികളോ കണ്ടോ? അവർക്ക് ഇലക്ട്രിസിറ്റി ബോർഡിനെ അറിയിക്കാന്നല്ലാതെ പറ്റൂലോ. ഇത് പിടിക്കാൻ അധികാരമുള്ളത് 3 ഏജൻസികൾക്കാണ്. ഒന്ന് പോലീസിന് പിടിക്കാം, കാരണം നിയമവിരുദ്ധമായി ചെയ്തതാണ്. 2 ഫോറസ്റ്റിന് പിടിക്കാം, കാരണം നിയമവിരുദ്ധമായി ചെയ്തതാണ്. 3 ഇലക്ട്രിസിറ്റി ബോർഡിന് പിടിക്കാം അല്ലേ? ഈ 3 ഏജൻസികളും ഗവൺമെന്റിന്റെ ഏജൻസികളല്ലേ? ഈ 3 ഏജൻസികൾക്കും അറിയാലോ ഇവിടെ നിരന്തരമായി പന്നിക്കണി വയ്ക്കുന്നുണ്ടെന്ന്. അവര് നടപടിയെടുക്കാത്ത കാര്യത്തിന് പഞ്ചായത്തിലേക്ക് മാർച്ച് ചെയ്യാണ്. കേരളത്തിലുടനീളം ഇന്നലെ തന്നെ 5 പേർക്കാണ്, മലപ്പുറത്തും കോഴിക്കോടും തിരുവനന്തപുരത്തുമായി ഇന്നലെ ഈ കുട്ടി മരിച്ച ദിവസം തന്നെയാണ് 5 പേർക്കാണ് പന്നിയുടെ ആക്രമണം ഉണ്ടായിട്ടുള്ളത്.
ഏകദേശം കേരളത്തിലെ നിലവിലുള്ള കണക്കുകൾ പരിശോധിച്ചാൽ ഈ സർക്കാരിന്റെ കാലത്ത് മാത്രം 54 പേരാണ് ഈ സർക്കാർ കാലയളവിൽ പന്നിയുടെ കുത്തേറ്റ് മരിച്ച ആളുകളുണ്ട്. ഇത് ഇവിടെ ഈ KCBയുടെ മുമ്പിൽ വന്നിട്ട് നമ്മളിത് എന്തിനു പറയുന്നു എന്ന് ചോദിച്ചാൽ, കേരളത്തിലെ ഒരു സർക്കാരിനോട് സംസാരിക്കാനുള്ളത്, കേരളത്തിലെ ജനങ്ങൾക്ക് സംസാരിക്കാനുള്ളത് സ്വാഭാവികമായും ഇവിടെ പറയുന്നു എന്ന് മാത്രമുള്ളത്. നേരത്തെ ഇവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്, നേരത്തെ ജോയി സംസാരിച്ച ഒരു കാര്യമുണ്ട്. ഇയാള് കോൺഗ്രസ്സുകാരനല്ല എന്ന് പറഞ്ഞു. കോൺഗ്രസ്സുകാരനാണെങ്കിൽ എന്താണ് പ്രശ്നം? ലീഗുകാരനാണെങ്കിൽ എന്താണ് പ്രശ്നം? ഇയാൾ കുറ്റക്കാരനാണെങ്കിൽ, ഞാൻ ചോദിക്കുന്നത്, ആരാണോ കുറ്റക്കാര് അവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കാനുള്ള തന്റെ ഇടവും ആർജവുമാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന് ഉണ്ടാവേണ്ടത്. MT ന്യൂസ്, നിലമ്പൂർ. ഓരോ കുട്ടികൾക്കും തന്റേതായ വ്യക്തിത്വ വികസനത്തിന് അനുയോജ്യമായ മികച്ച അന്തരീക്ഷമാണ് ലുലു ബഡ്സ് ഇന്റർനാഷണൽ സ്കൂൾ പ്രദാനിക്കുന്നത്. മോണ്ടിസോറി പഠനോപകരണങ്ങൾ ഉപയോഗിച്ചുള്ള പഠനരീതിയിൽ കുട്ടികളിൽ ഒട്ടും തന്നെ വിരസതയില്ലാതെ അറിവ് നേടാൻ സാധിക്കുന്നു. 1-ാം ക്ലാസ്സിലേക്കുള്ള പ്രവേശനത്തിന് മുമ്പ് തന്നെ ഓരോ കുട്ടികളും ഇംഗ്ലീഷിൽ എഴുതാനും വായിക്കുവാനും നല്ല രീതിയിൽ പ്രാവീണ്യം നേടിയിരിക്കും. ലുലു ബഡ്സ് ഇന്റർനാഷണൽ മോണ്ടിസോറിയുടെ വേങ്ങരയിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ലുലു ബഡ്സ് ഇന്റർനാഷണൽ മോണ്ടിസോറി സ്കൂൾ, വേങ്ങര. ലുലു ബഡ്സ് ഇന്റർനാഷണൽ മോണ്ടിസോറി സ്കൂൾ, വേങ്ങര.